ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദി ഹംഗർ ട്രാവലറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡും മുട്ടയും ഉപയോഗിച്ചിട്ട് വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ്. സ്നാക്സ് ആയിട്ടും ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. തിരക്കുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കുറവാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്പൂൺ ചേർത്താൽ മതി. 4 സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് മധുരമല്ല, ഒരു മീഡിയം മധുരത്തിൽ നമുക്ക് കിട്ടും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുട്ടയുടെ സ്മെല്ലൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ബ്രെഡ് എടുക്കണമെങ്കിൽ 7-8 എണ്ണം വരെ ഈ മുട്ടയ്ക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. അത് ഞാനിവിടെ കൈകൊണ്ട് തന്നെ മുറിച്ചിങ്ങനെ പീസാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. 3 മുട്ട ഒഴിച്ച് നനച്ചത് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പീസ് ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാരണം ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു 1/4 കപ്പോളം മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല വാട്ടറി ആയിട്ട് വരാൻ പാടില്ല. ഇതേപോലെ തന്നെ കുഴഞ്ഞ പരുവത്തിലാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വാട്ടറി ആയിട്ട് തോന്നുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡ് 2 എണ്ണം കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബട്ടർ ഇട്ട് കൊടുക്കണം. കാരണം ഇത് അടി പിടിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഇപ്പം എല്ലാവരുടെ വീട്ടിലും നെയ്യ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നെയ്യും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഈ ബ്രെഡ് മുട്ടക്കൂട്ട് ഇതിനകത്ത് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം വേവിക്കാം. 5 മിനിറ്റിന് ശേഷം ഇതുപോലെ പാനിന്ന് വിട്ട് വരുന്ന രീതിയിലാവും. നമുക്കിത് ഒരു കയ്യിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതായിട്ട് കാണാം. അപ്പം ഇത് നമുക്കിനി മറിച്ചിട്ട് വേവിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ പാത്രം അങ്ങനെ തന്നെ കമത്തിയാൽ മതി. എന്നിട്ട് വീണ്ടും നമ്മളതിനകത്ത് ബട്ടർ അല്ലെങ്കിൽ നെയ്യോ പരട്ടി കൊടുക്കണം. എന്നിട്ട് ഇത് വീണ്ടും ഇതിനകത്ത് ഇട്ടിട്ട് ഏകദേശം ഒരു 4 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. മൂടി വെച്ച് തന്നെ നിങ്ങൾക്ക് വേവിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ വേവിച്ച ഈ ഭാഗത്ത് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി ബട്ടർ അതിൻ്റെ പുറത്ത് തൂവി കൊടുക്കാവുന്നതാണ്. വല്ലാണ്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നു നോക്കാം. അപ്പം അതിൻ്റെ അടിഭാഗം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഫോക്ക് ഉപയോഗിച്ചിട്ട് അടി മുട്ടുന്നത് വരെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പം സ്പൂണിലോ ടൂത്ത് പിക്കിലോ ഒന്നും പിടിക്കുന്നില്ലെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പം ഇതിന് നമുക്ക് സെർവ് ചെയ്യാനായിട്ടുള്ള പ്ലേറ്റിലേക്ക് ഇടാം. അപ്പോൾ ഇതാ നേരത്തെ ചെയ്ത പോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് കമത്തി വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാവുന്ന നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പീസാക്കിയിട്ട് മുറിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.